ഈ വർഷം അവസാനിക്കാറായി. ഈ കൊല്ലം ജനുവരി 26 2025 ജനുവരി 26 നമ്മൾ വളരെ വ്യത്യസ്തമായി ജയ് ജവാൻ എന്ന പേരിലൊരു പരിപാടി സംഘടിപ്പിക്കുകയുണ്ടായി. എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് അത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കുക നമ്മളാണെന്ന് തോന്നുന്നു. അതായത് നമ്മളൊരു യുദ്ധങ്ങളിൽ പങ്കെടുത്ത സൈന്യത്തിൽ നിന്ന് വിരമിച്ച, ഒപ്പം തന്നെ സൈന്യത്തിലിരിക്കുമ്പോൾ വീരമൃത്യു വരിച്ച ഒരു സൈനികൻ്റെ പത്നി, അങ്ങനെ രണ്ടുപേരെ ആദരിക്കുകയും ഒപ്പം തന്നെ ദേശഭക്തി ഗാനങ്ങളോടുകൂടി ഒരു പരിപാടി സംഘടിപ്പിക്കാൻ നമുക്ക് സാധിച്ചു. വളരെ അഭിമാനപൂർവ്വം നാദബ്രഹ്മം സംഘടിപ്പിച്ച ഒരു പരിപാടിയാണ്. അത്തരമൊരു പരിപാടിയുടെ അത് എല്ലാ കൊല്ലവും നടത്തിക്കൊണ്ടുപോകാൻ വിചാരിക്കുന്ന ഒരു പരിപാടിയാണ് നമ്മൾ. അത്തരമൊരു പരിപാടിയുടെ 2ാം അധ്യായം ഈ വരുന്ന ജനുവരി 26 2026 ജനുവരി 26 നമ്മൾ വീണ്ടും സംഘടിപ്പിക്കുകയാണ്. അതിന് ഉദ്ഘാടനത്തിനായി നമുക്ക് ഇത്തവണ ലഭിച്ചിട്ടുള്ളത്, വിശിഷ്ട സാന്നിധ്യമായിട്ട് ലഭിച്ചിട്ടുള്ളത്, കഴിഞ്ഞ കൊല്ലം റിട്ടയർ ചെയ്ത നേവൽ ചീഫ്, അതായത് ഇന്ത്യയുടെ നേവിയുടെ ചീഫ് ഓഫീസർ അഡ്മിറൽ ശ്രീ ഹരികുമാർ സാറാണ്. അദ്ദേഹമാണ് ഇത്തവണ നമുക്ക് വിശിഷ്ടാതിഥിയായി എത്തുന്നത്. ഒപ്പം തന്നെ വിശിഷ്ട സാന്നിധ്യമായി അമല ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഡയറക്ടറായിട്ടുള്ള ശ്രീ ഫാദർ ജൂലിയസ് അവർകളും ഉണ്ട്. ഈ രണ്ടുപേരുടെയും വിശിഷ്ട സാന്നിധ്യത്തിൽ നമ്മൾ കഴിഞ്ഞ കൊല്ലം സംഘടിപ്പിച്ച പോലെ തന്നെ വിവിധങ്ങളായ ദേശഭക്തി ഗാനങ്ങളോടൊപ്പം വളരെ വിശിഷ്ടമായ ആദരിക്കപ്പെടേണ്ട സൈന്യത്തിലെ 2 വ്യക്തികളെയും നമ്മൾ ആദരിക്കുന്നതാണ്. ആ ഒരു പരിപാടിയുടെ കൂടുതൽ വിവരങ്ങൾക്കായി നിങ്ങളെല്ലാവരും കാതോർത്തിരിക്കുക. വരും ദിവസങ്ങളിൽ അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുന്നതായിരിക്കും. നമുക്ക് ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് മടങ്ങിപ്പോകാം. നാദബ്രഹ്മത്തിൻ്റെ യഥാർത്ഥ കരുത്ത് നമ്മുടെ അംഗങ്ങളാണ്. ഇക്കഴിഞ്ഞ കാലയളവിൽ നാം കൈവരിച്ച ഓരോ നേട്ടത്തിൻ്റെയും പിന്നിൽ നിസ്വാർത്ഥ സേവനത്തിൻ്റെ ഒരുപാട് കൈകളുണ്ട്. കാണപ്പെടാതെയും പറയപ്പെടാതെയും നിലകൊണ്ട് ഒരുപാട് വ്യക്തികളുണ്ട്. ഫൗണ്ടേഷൻ്റെ പ്രവർത്തനങ്ങൾക്കായി ഒരു കുടുംബം പോലെ ഒത്തൊരുമിച്ച് നിൽക്കുന്ന നമ്മുടെ സഹയാത്രികരെ ആദരിക്കുകയാണ്. ഇത് ഒരു ചടങ്ങല്ല, നമ്മുടെ കൃതജ്ഞതയാണ്. ഈ ചടങ്ങ് നിർവഹിക്കുന്നതിനായി ഇന്നത്തെ മുഖ്യാതിഥി ശ്രീ ഹരി പി നായരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പേര് വിളിക്കുന്നവർ വേദിയിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മോഹൻകുമാർ, രാജേഷ്, മഞ്ജു, ധനേഷ്, രാധാകൃഷ്ണൻ, സജീവ്, ദീപ്തി, എക്സിക്യൂട്ടീവ് അംഗമായ ശ്രീ നിർമ്മൽ കൂടി ഇവിടെ മൊമെൻറ്റോ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. ചില വ്യക്തിപരമായ കാരണങ്ങളാൽ അദ്ദേഹത്തിന് വരാൻ സാധിച്ചിട്ടില്ല. ഒരു സിനിമയുടെ വിജയത്തിന് വളരെ അത്യന്താപേക്ഷികമായ ഒന്നാണ്
നല്ല കെട്ടുറപ്പുള്ള തിരക്കഥ. നല്ല തിരക്കഥ ആണ് ഒരു സിനിമയെ ആദ്യാവസാനം പിടിച്ചിരുത്തുന്നതും സിനിമയെ മുന്നോട്ട് നയിക്കുന്നതുമായ പ്രധാന ഘടകം. അതുപോലെ തന്നെ ഇവൻറ്റുകൾ എല്ലാം കൃത്യമായ ഒരു സ്ക്രിപ്റ്റും ടൈം ലൈനും കൂടി വളരെ അടുക്കും ചിട്ടയും ആയി സ്റ്റേജിനെ നിയന്ത്രിച്ചു കൊണ്ടുപോവുകയും ഭംഗിയായി അവതരിപ്പിച്ച് വിജയിപ്പിക്കുകയും ചെയ്യുക എന്നത് ശ്രമകരമായ ഒരു പണിയാണ്. നാദബ്രഹ്മത്തിൻ്റെ എല്ലാ പരിപാടികളും ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, വളരെ കൃത്യമായും വ്യക്തമായും മുൻകൂട്ടി തയ്യാറാക്കിയ വിവരങ്ങൾ അത് വിശിഷ്ട അതിഥികളെക്കുറിച്ചായാലും ആദരിക്കപ്പെടുന്നവരെക്കുറിച്ചായാലും എല്ലാത്തിൻ്റെയും വളരെ കൃത്യമായും എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലും ലളിതമായി നമ്മുടെ അവതാരകർ അവതരിപ്പിക്കാറുണ്ട്. ഇതിനെല്ലാം പിന്നിൽ നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു അംഗത്തിൻ്റെ വലിയ ഒരു പ്രയത്നവും ചിന്തയും ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് ശ്രീ ബാലകൃഷ്ണൻ കാരളം. നമ്മൾ കാണാറുള്ള നാദബ്രഹ്മത്തിൻ്റെ പരിപാടികളുടെ വിജയത്തിന് പിന്നിൽ ഇദ്ദേഹത്തിന് വലിയൊരു പങ്കുണ്ട്. അവസാന നിമിഷം നമ്മൾ പരിപാടിയിൽ നടത്തുന്ന വ്യത്യാസങ്ങൾ വരെ സ്റ്റേജിൽ നിന്ന് തന്നെ ആ സമയത്ത് പരിപാടിയിൽ കൃത്യമായും വ്യക്തമായും എഴുതി ചേർക്കാനും അത് അവതാരകരെ കൊണ്ട് വ്യക്തമായി അവതരിപ്പിക്കാനും ഇദ്ദേഹത്തിന് കഴിയാറുണ്ട്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, പുതിയ അവതാരകരെ സൃഷ്ടിക്കുന്നതിലും അവരെ വാർത്തെടുത്തു കൊണ്ടുവരുന്നതിലും അദ്ദേഹത്തിൻ്റെ പരിശ്രമം തികച്ചും ശ്ലാഘനീയമാണ്. ഈ അവസരത്തിൽ നാദബ്രഹ്മം കുടുംബത്തിന് അദ്ദേഹത്തോടുള്ള സ്നേഹവും കടപ്പാടും നമ്മൾ പ്രകടിപ്പിക്കുന്നു. നാദബ്രഹ്മം കുടുംബം അദ്ദേഹത്തിനെ അനുമോദിക്കുവാൻ ആഗ്രഹിക്കുന്നു. മെമെൻറ്റോ ഏറ്റുവാങ്ങാൻ നിറഞ്ഞ കയ്യടികളോടെ നമുക്ക് സ്വാഗതം ചെയ്യാം ശ്രീ ബാലകൃഷ്ണൻ കാരളം. ഈ കൂട്ടായ്മയുടെ ശക്തമായ അടിത്തറയായി നിലകൊള്ളുന്ന എല്ലാ നാദബ്രഹ്മം കുടുംബാംഗങ്ങൾക്കും ഫൗണ്ടേഷൻ്റെ ആത്മാർത്ഥമായ ആശംസകൾ നേരുന്നു. പരസ്പര സഹകരണത്തിലും വിശ്വാസത്തിലും അടിസ്ഥാനപ്പെടുത്തിയ ഈ കൂട്ടായ്മ ഭാവിയിലും ഫൗണ്ടേഷൻ്റെ ലക്ഷ്യങ്ങളും മൂല്യങ്ങളും ഉറപ്പോടെ മുന്നോട്ട് നയിക്കുന്ന ശക്തിയായി എക്കാലത്തും നിലകൊള്ളട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തതായി നന്ദി പ്രകടനത്തിനായി നാദബ്രഹ്മം ഫൗണ്ടേഷൻ്റെ ട്രസ്റ്റിയും സെക്രട്ടറിയുമായ പ്രവീൺ സുകുമാരനെ ക്ഷണിക്കുന്നു. ഏവർക്കും നമസ്കാരം. എനിക്ക് മുന്നേ സംസാരിച്ച എല്ലാവരും പറഞ്ഞ പോലെ തന്നെ നാദബ്രഹ്മം ഫൗണ്ടേഷനെ സംബന്ധിച്ച് ഈ കൊല്ലത്തെ 5ാമത്തെ പരിപാടിയാണിത്. ഇതിനു മുന്നേ നടന്ന പരിപാടികളെല്ലാം വളരെ നല്ല രീതിയിൽ നമുക്ക് കുഴപ്പമില്ലാതെ നടത്താൻ സാധിച്ചു. നമുക്ക് ഈ ഒരു വർഷം അവസാനിക്കുമ്പോൾ നമ്മുടെ കുടുംബാംഗങ്ങളുടെ ഈ ഒരു നേരത്തെ മാഷ് പറഞ്ഞ പോലെ തന്നെ ഒരു കുടുംബ സംഗമം കൂടിയാണ്. നമ്മുടെ മെമ്പർമാരുടെ പാട്ടുകളാണ് ഇന്ന് ഇവിടെ അരങ്ങേറാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരും അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്, ആ പാട്ടുകൾ ആസ്വദിക്കാൻ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇന്നത്തെ ഈ ഒരു സംഗീത സായാഹ്നം നമുക്ക് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി എത്തിച്ചേർന്നത് നമ്മുടെ തന്നെ തൃശ്ശൂരുകാരനായ ഒരു വിശിഷ്ട വ്യക്തിയാണ് ശ്രീ ഹരി പി നായർ. അദ്ദേഹം ആരാണെന്ന് നിങ്ങൾക്കറിയുന്ന പോലെ എനിക്കും അറിയാമായിരുന്നു. അദ്ദേഹം ഒരു സിനിമ തിരക്കഥാകൃത്ത്, അവതാരകൻ, അതുപോലെ തന്നെ ടെലിവിഷൻ പ്രൊഡ്യൂസർ, അങ്ങനത്തെ നിരവധി മേഖലകളിൽ പ്രവർത്തിച്ചു വന്നിട്ടുള്ള ഒരാളാണ്. ഒപ്പം തന്നെ മാഷ ഒരു ശിഷ്യനാണ് എന്നുള്ളൊരു അറിവ് കൂടി ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു ആഴവും ഒരു ബന്ധത്തിൻ്റെ ഒരു ഇതൊക്കെ നമുക്ക് ഇന്ന് അദ്ദേഹത്തിൽ കൂടെ തന്നെ നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിച്ചു. എനിക്ക് തോന്നുന്നൊരു ഇപ്പോഴത്തെ ഒരു തലമുറ കഴിഞ്ഞ് ഭാവിയിൽ വരുന്നൊരു തലമുറയ്ക്ക് ഇങ്ങനത്തെ കഥകളൊന്നും പറയാൻ സാധ്യത ഇല്ല. അങ്ങനത്തെ ഒരു ഓർമ്മകളൊന്നും അത്ര അധികം ഉണ്ടാവുന്നില്ല. കാരണം എല്ലാവരും വളരെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ പോകുന്നു. ഇതുപോലത്തുള്ള കാസറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും എഴുത്തോ ബുക്കോ ഒന്നും
അധികം എടുത്തു വയ്ക്കാനോ അല്ലെങ്കിൽ അങ്ങനത്തെ മെമ്മറികൾ സൂക്ഷിക്കാനോ ഉള്ള ആ ഒരു കാലഘട്ടം ഏതാണ്ട് കഴിഞ്ഞു. അതൊരു അവസാനത്തെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇത്തരത്തിലെ ഓർമ്മകൾ, വളരെ നല്ല ഓർമ്മകൾ നമ്മളെ ഇവിടെ പങ്കുവച്ചു. നാദബ്രഹ്മ ഫൗണ്ടേഷൻ്റെ പേരിൽ ഇന്നത്തെ ഈ ഒരു സംഗീത സായാഹ്നം വളരെ വിശിഷ്ടമാക്കി തീർത്ത ശ്രീ ഹരി പി നായർക്ക് ഞാൻ നാദബ്രഹ്മ ഫൗണ്ടേഷൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പിന്നെ ഔപചാരികതയുടെ പേരിൽ മാത്രം നാദബ്രഹ്മ ഫൗണ്ടേഷൻ്റെ സ്ഥാപകനും പ്രസിഡൻറ്റുമായ നമ്മുടെ എല്ലാമല്ലമായ ശ്രീ സോമശേഖരൻ മാഷും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. നാദബ്രഹ്മ ഫൗണ്ടേഷൻ്റെ വൈസ് പ്രസിഡൻറ്റും എൻ്റെ ജ്യേഷ്ഠ സഹോദരനും കൂടിയായ ശ്രീ വിനോദ് കുറുപ്പത്തവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം വേറൊരു കാര്യം കൂടി ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി. ഇന്നത്തെ ഒരു പരിപാടിക്ക് ചുക്കാൻ പിടിച്ചിട്ടുള്ളത് ഞങ്ങളുടെ തന്നെ ട്രസ്റ്റിമാരും ഒപ്പം തന്നെ ജോയിൻറ്റ് സെക്രട്ടറി അതുപോലെ ട്രഷററായ 2 വ്യക്തിത്വങ്ങളാണ്. അവരാണ് ഇന്നത്തെ പരിപാടി ചുക്കാൻ പിടിച്ചത്. 2 സ്ത്രീജനങ്ങളാണ്, ശ്രീമതി പത്മജ വേണുഗോപാലും ശ്രീമതി സുധാ ബിന്ദു ശശികുമാർ. അവരാണ് ഇന്നത്തെ പരിപാടി ഒരു ചലഞ്ചാക്കി ഏറ്റെടുത്ത് നടത്താം എന്ന് അവർ തന്നെ നടത്താം. ഒപ്പം ഞങ്ങളെല്ലാവരും ഉണ്ട്, ഞങ്ങൾ മാറി നിൽക്കുന്നില്ല. അവരുടെ ഒരു നേതൃത്വത്തിലാണ് ഇന്നത്തെ ഒരു പരിപാടി ഇവിടെ നടന്നു പോകുന്നത്. അതുകൂടി ഞാനിവിടെ ഓർമ്മപ്പെടുത്താൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഒപ്പം തന്നെ ഇവിടെ വന്നു ചേർന്നിട്ടുള്ള, ഈ പരിപാടി ആസ്വദിക്കാൻ വന്നു ചേർന്നിട്ടുള്ള എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും, എല്ലാ സദസ്സിലിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ഔദ്യോഗിക ചടങ്ങ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം നിങ്ങളേവരും കാത്തിരിക്കുന്ന ഗാനസന്ധ്യ ആരംഭിക്കുന്നതാണ്.